ഒരു വീഡിയോ കണ്ടു. എന്താ വീഡിയോ? നമ്മളിപ്പോ കണ്ടത് അത് മറഡോണയുടെ ആശീർവാദത്തോടെ തുടങ്ങിയതാണ്. 2006 ലോകകപ്പിൽ ലിയോണൽ മെസ്സി കാലെടുത്ത് വെച്ചത് നമ്മൾ കണ്ടു. അതിനുശേഷം ഓരോ ലോകകപ്പിലും അത് 16 വർഷത്തെ കണ്ണീരും 4 ലോകകപ്പിന്റെ നിരാശയും ഒക്കെ മറന്ന് ലോക ഫുട്ബോളിന്റെ ചക്രവർത്തിയായി മാറി 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് അല്ലേ. 6ാം ലോകകപ്പിന് മെസ്സി ഇറങ്ങുന്നത് കിരീടം കാക്കാനാണെങ്കിൽ ഒരു പിടി ഇതിഹാസങ്ങൾ വരുന്നത് അവരുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം റൊണാൾഡോയും നെയ്മാറും ലൂക്ക മോഡ്രിച്ചും ഒക്കെ സ്വർണ്ണ കിരീടം കൈയടക്കുമോ അതോ ലിയോണൽ മെസ്സി ചരിത്രം തിരുത്തുമോ എന്നതൊക്കെ കണ്ടറിയാം. ലോകകപ്പിന്റെ സ്പെഷ്യൽ ഷോ സോക്കർ ഗാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ പറയുന്ന പോലെ ഇത്തവണ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ലോകകപ്പാണ്. ലോകകപ്പിന്റെ വിശദാംശങ്ങൾ വളരെ വേഗം നമുക്ക് പരിശോധിക്കാം അല്ലേ? തീർച്ചയായും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ മത്സരിക്കുന്ന ലോകകപ്പാണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് അറിയാവുന്നത് 48 ടീമുകൾ മത്സരിക്കുന്ന ലോകകപ്പാണ്. മുൻപൊക്കെ 32 ടീമുകൾ മത്സരിച്ചിരുന്ന ലോകകപ്പാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇത്തവണ 16 ടീമുകൾക്ക് കൂടുതൽ അവസരം വരികയാണ്. അതായത് ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ടീമുകൾക്ക് കൂടുതൽ അവസരങ്ങളായി അത് മാറിയിരിക്കുന്നു. ഇത് 48 ടീമുകൾ മത്സരിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമായി അത് മാറിയിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആ കാര്യം ആതിഥേയത്വമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 രാജ്യങ്ങൾ ആതിഥേയരാകുന്ന ഒരു ലോകകപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളായ USA, കാനഡ, മെക്സിക്കോ ഈ രാജ്യങ്ങളൊക്കെ വളരെ സംയുക്തമായിട്ട് ആതിഥേയം വഹിക്കുന്ന ലോകകപ്പ്. തീർച്ചയായും ഇവിടെയും കണക്കുകൾ തീരുന്നില്ല. 104 മത്സരങ്ങൾ ഇത്തവണ നമുക്കറിയാം. കൂടുതൽ രാജ്യങ്ങൾ വരുമ്പോൾ കൂടുതൽ മത്സരങ്ങൾ വരും. എന്തായാലും മത്സരത്തിന്റെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായത്. കഴിഞ്ഞ ലോകകപ്പിൽ 2022 ലോകകപ്പിൽ 64 മത്സരങ്ങളാണ് നടന്നതെങ്കിൽ ഇത്തവണ ഫൈനലടക്കം 104 മത്സരങ്ങളാണ് നടക്കുക. ഇന്ത്യൻ സമയം നാളെ രാത്രി കൃത്യം 12:30 മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 23ാം ലോകകപ്പിന് തിരിതെളിയും അല്ലേ? അതെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ സെറ്റ് കാണുമ്പോൾ ആളുകൾക്കറിയാം ഒരുപാട് താരങ്ങൾ നമ്മുടെ കൂടെ നിറഞ്ഞങ്ങ് നിൽക്കുകയല്ലേ. ലിയോണൽ മെസ്സി കിരീടം കാക്കാൻ ഇറങ്ങുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പയും ഹാരി കെയ്നും കെവിൻ ഡിബ്രൂയിനും ഒക്കെ മോഹക്കപ്പ് ആദ്യമായിട്ട് സ്വന്തമാക്കാൻ ഇറങ്ങുകയാണ്. തീർച്ചയായും നമുക്ക് ആവേശത്തിലേക്ക് തന്നെ പോകാം. കാരണം നമുക്കറിയാം കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വലിൽ ആഘോഷങ്ങൾ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സെറ്റ് അല്ലേ? തീർച്ചയായും നമ്മൾ സ്പോർട്സ് ടീം സെറ്റാണ്, സോക്കർ ഗാല ടീം സെറ്റാണ്. അത് ഓരോ ദിവസവും ഇത് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സ്പെഷ്യൽ ഷോകൾ ഉണ്ടാവും. ഓരോ ദിവസവും കളിയുടെ ഓരോ വിലയിരുത്തലുകളുമായി ഇതിഹാസ താരങ്ങൾ അടക്കമുള്ള ആളുകൾ ചേരും. ഇന്നും അത്തരം ആളുകളൊക്കെ തീർച്ചയായും നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇന്ത്യൻ താരങ്ങൾ ചേരുന്നുണ്ട്. അത്തരം വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് കേരളത്തിലെ ആരാധകരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നാടും നഗരവും മാത്രമല്ല സ്കൂളുകളും ഫുട്ബോളിന്റെ ജ്വരത്തിലാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ കുഞ്ഞു മെസ്സിയായും റോണോയായും നെയ്മാറും ഒക്കെയായി ഇഷ്ടതാരങ്ങളുടെ ജേഴ്സി അണിഞ്ഞെത്തിയിരിക്കുകയാണ് കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂളിലെ 1500ഓളം കുട്ടികൾ. ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളുകയാണ്. പല വിധത്തിലാണ് ലോകമെമ്പാടും ആവേശം. കണ്ണൂരിലെ ഒരു സ്കൂളിലെ ആവേശ കാഴ്ചകളിലേക്കാണ്, കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂളിലെ ആവേശ കാഴ്ചകളിലേക്ക് ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞാണ് കുട്ടികൾ ഇന്ന് ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ അണിനിരക്കുന്നത്. അവരുടെ ആർപ്പ് വിളികൾ കേൾക്കാൻ പല ടീമുകളാണ്. ഏതാ ടീം ഇത്തവണ കപ്പടിക്കോ? ഇത്തവണ കപ്പടിക്കോ? അടിക്കാം. ഇതൊരു അർജന്റീന പറയുന്ന അവര് തന്നെ കപ്പടിക്കുന്നു. അവരൊരെണ്ണം അടിച്ചല്ലേ? കളി പോർച്ചുഗൽ കൊണ്ടുപോകും. റൊണാൾഡോ വിട്ടുകൊടുക്കൂല. നമ്മൾ വിട്ടെടുക്കില്ല. ഏതായാലും ആ ക്രിസ്ത്യാനോ ഫാൻസ് ഒപ്പം മെസ്സി ഫാൻസ് ഒക്കെയാണ്. അവരുടെ ആവേശമാണ്. അവർ ആ കളിക്കളത്തിലുള്ളതിനേക്കാൾ വലിയ ആവേശം അവർക്കുണ്ട്. നമുക്ക് ബ്രസീൽ ജേഴ്സിയിലുള്ള ചില ആളുകളെ കാണാം. ബ്രസീലാണോ ഇത്തവണ കപ്പടിക്കുക? ആരുമില്ല. ഈ അർജന്റീനക്കാരെ അവരിത്തവണയും കൂടി കപ്പ് നിലനിർത്തുന്നൊക്കെയാ പറയുന്നത്. ഇതാണ് ഫുട്ബോളിന്റെ ആവേശം. അവരുടെ ഇഷ്ട ടീമുകളുണ്ട്, ഇഷ്ട താരങ്ങളുണ്ട്. അവർ ഇത്തവണ കപ്പടിക്കുമെന്ന ആവേശം അവർ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും വലിയ ആവേശമാണ് ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ എല്ലാ ആവേശവും
എല്ലാം തന്നെ വരുന്നത്. ഏതായാലും ഇനി വരാനിരിക്കുന്ന ഒരു മാസക്കാലം അത് ലോക ഫുട്ബോളിന്റെ മാമാങ്ക കാലമാണ്. ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് തന്നെയാണ് ഇനി നാടെങ്ങും സാക്ഷ്യം വഹിക്കുക. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ. കേരളത്തിൽ ആക്ച്വലി നമ്മളെപ്പോഴും ക്രിക്കറ്റിന് നമ്മുടെ ഇന്ത്യയിൽ ഫുട്ബോളിനേക്കാളും കുറെ ആരാധകരുള്ള ക്രിക്കറ്റിനാണെന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷേ എങ്കിലും ഈ ഫുട്ബോൾ വരുമ്പോഴത്തേക്ക് കേരളത്തിനൊരു വല്ലാത്തൊരു വൈബാണ്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ. തീർച്ചയായും, പ്രത്യേകിച്ച് കേരളത്തിന്റെ ആവേശം, അത് ഇന്ത്യ എന്ന് ലോകകപ്പ് കളിക്കുമോ ഇല്ലയോ മാറ്റി നിർത്തിയാൽ പോലും കേരളത്തിന്റെ ആവേശം ലോകം തിരിച്ചറിയുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ISL പുറത്തുള്ള ഒരുപാട് താരങ്ങൾ അല്ല, ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വാർത്ത നെയ്മറിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. നെയ്മറിന്റെ ടീം അത് ഷെയർ ചെയ്ത ഒരു വാർത്ത നമുക്കും ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിന്റെ ആവേശം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അവർ ആ രീതിയിൽ തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. നമുക്ക് ചില പാട്ടുകൾ റിലീസ് ചെയ്യാനുണ്ട്. മെസ്സിയുടെയും റൊണാൾഡോയും നെയ്മറിന്റെ ഒക്കെ ആരാധകരുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ ഗ്രാഫിക്സ് ടീം ചില സമ്മാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 3 താരങ്ങൾക്കും വേണ്ടി ഓരോ പാട്ടുകളാണ്. ആദ്യം ആരുടെ പാട്ട് വേണം? ഞാൻ ആക്ച്വലി ഇത്തവണത്തെ ലോകകപ്പിൽ ഞാൻ ഫ്രാൻസിനൊപ്പം. എന്റെ എംബാപ്പയ്ക്ക് നിങ്ങൾ പാട്ട് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ അതുകൊണ്ട് എനിക്ക് നെയ്മർ മതി. തൽക്കാലത്തേക്ക് ഞങ്ങൾ 3 താരങ്ങൾക്കാണ് പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നെയ്മറിന്റെ പറഞ്ഞതുകൊണ്ട് നെയ്മറിന്റെ പാട്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. ആദ്യം ആ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അത് എനിക്ക് തോന്നുന്നത് ഈ പാട്ടിനെ കുറിച്ചും പറയാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ പാട്ടും തയ്യാറാക്കിയിട്ടുള്ളത് ആ താരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അത് നമുക്കറിയാം, ജീവിതത്തിൽ അവർ അനുഭവിച്ച വേദനകളുണ്ട്, അവർ വന്ന വഴികളുണ്ട്, അതോടൊപ്പം ഫുട്ബോൾ ലോകത്ത് അവർ അടയാളപ്പെടുത്തിയ നേട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഈ പാട്ട് തയ്യാറാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഗ്രാഫിക്സ് ടീം നടത്തിയത്. ബ്രസീലിലെ വളരെ പാവപ്പെട്ട ചുറ്റുപാടിൽ നിന്ന് ഫവേലയിലെ കുട്ടികൾക്കൊപ്പം കളിച്ച് സാന്റോസിലെ ക്ലബിലെത്തി, പിന്നീട് യൂറോപ്പിലെത്തി, ഒടുവിൽ ബ്രസീലിന് വേണ്ടി അതിനിടയിൽ കോപ്പ അമേരിക്കയും ഒളിമ്പിക് സ്വർണവും കോൺഫെഡറേഷൻ കപ്പും ഒക്കെ നേടിയ താരമാണ് നെയ്മർ. പക്ഷേ കിട്ടാക്കനി അത് വേൾഡ് കപ്പാണ്, ലോകകപ്പാണ് കിട്ടാക്കനിയായി നിൽക്കുന്നത്. ആ പാട്ടിലേക്ക് പോകാം. ആ പാട്ടിലേക്ക് രജേഷ് വീരേന്ദ്രൻ, നമ്മൾ ഈ പാട്ട് റിലീസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നെയ്മർ കളിയിലേക്കൊക്കെ വരുന്നതും അവരുടെ ജീവിത സാഹചര്യമൊക്കെ. ഇപ്പം ഇപ്പോഴാണെങ്കിൽ തന്നെ അദ്ദേഹം 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം ടീമിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്തും ബ്രസീൽ ആരാധകരെയൊക്കെ സംബന്ധിച്ച്, നെയ്മർ ആരാധകരെ സംബന്ധിച്ചവർക്ക് ഭയങ്കര വാനോളം പ്രതീക്ഷയാണ്. പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങൾ അല്ലെ, പരിക്കും. അല്ല, നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വരവ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, പലപ്പോഴും ഈ റെക്കോർഡ് ബുക്കുകളിൽ പലപ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി കിരീടം നേടിയത് അദ്ദേഹം ഒരുപാട് കിരീടം നേടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ മെസ്സിയുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ പോലെ ഗോൾ നമ്പറുകൾ എത്താൻ നെയ്മറിന് പറ്റാത്തത് അദ്ദേഹത്തിന്റെ ഈ തുടർച്ചയായ പരിക്കുകളാണ്. ഒരുപക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ബ്രസീലിന് പുറത്തേക്ക് അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെസ്സിയും റൊണാൾഡോയും ഒക്കെ ബാലൻഡിയോർ നേടാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം നെയ്മറിന്റെ പേര് ബാലൻഡിയോർ പട്ടികയിൽ വരുമ്പോൾ നെയ്മർ യൂറോപ്പിൽ പോലും കളിക്കുന്നില്ല. യൂറോപ്പിൽ കളിക്കുന്നതിന് മുൻപ് തന്നെ ആ പട്ടികയിൽ എത്താൻ മാത്രം കഴിവും ആ പ്രതിഭയും ഉണ്ടായിരുന്ന ഒരു താരമാണ്. അതുകൊണ്ട് നെയ്മറിന്റെ ഒരു തിരിച്ചുവരവ്, അതുകൊണ്ടാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ 2014 ലോകകപ്പിലാണ് നെയ്മർ കളിക്കുന്നതെങ്കിൽ കൂടി അതിനു മുൻപ് 2010 ലോകകപ്പിൽ തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് വലിയ ഇതിഹാസ താരങ്ങളൊക്കെ ബ്രസീലിൽ ആവശ്യപ്പെട്ട ഒരു താരമാണ്. അത് വളരെ ചെറിയ അദ്ദേഹത്തെ ഭാഗ്യം തുണയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ തിരിച്ചുവരവ് പാട്ടിലൊക്കെ കാണിക്കുന്നത് പോലെ, ആ ജിം ട്രെയിനിങ് ഒക്കെ കാണിക്കുന്നത് പോലെ ആ തിരിച്ചുവരവ് വലിയ അത്ഭുതമാണ്. പ്രത്യേകിച്ച് ഡിസംബറിൽ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ നടക്കുന്നു. അത് ഒരു സാഹചര്യവും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു താരത്തിന് ഇത്രയും ചെറിയ കാലയളവിനുള്ളിൽ ബ്രസീൽ പോലൊരു ടീമിൽ തിരിച്ചു വരാൻ പറ്റുന്നതല്ല. പക്ഷേ നെയ്മർ ചെയ്തത് ശസ്ത്രക്രിയ തയ്യാറായി, ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് അത് ആ കഷ്ടപ്പാട് വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം മറികടന്നു. ആ വേദന കടിച്ചമർത്തി അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി തെളിയിച്ചുകൊണ്ട് വീണ്ടും വരികയാണ്. അതൊരു വലിയ പ്രതീക്ഷ അദ്ദേഹത്തിന് കേട്ടത്. നമ്മൾ ഇപ്പം പാട്ടൊക്കെ കഴിഞ്ഞു, നേരത്തെ കണ്ണൂരിലെ ആവേശം നമ്മൾ കണ്ടു. ഇപ്പം ഇനി മറ്റൊരു ആവേശത്തിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ രജേഷ് വീരേന്ദ്രനോട് പറഞ്ഞത്, മലബാറിലെ ഫുട്ബോൾ ആവേശം അത് എല്ലാ ജില്ലകളും, നമ്മൾ മലപ്പുറം തൊട്ട് അങ്ങ് പിന്നീട്
അല്ലേ? വമ്പൻ ആവേശമല്ലേ? തീർച്ചയായും. നിങ്ങളുടെ നാട്ടിലൊക്കെ വലിയ ആവേശമല്ലേ? അപ്പൊ കോഴിക്കോട്ടേക്ക് പോവാണ് നമ്മള്. ലോകകപ്പ് വന്നു എന്ന ആളുകളെ അറിയിക്കുന്നത് സത്യം പറഞ്ഞാൽ നാടിന്റെ മുക്കിലും മൂലയിലും ഉള്ള ആരാധകരാണ് എന്ന് വേണം പറയാൻ. അത്തരം ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിളംബര ജാഥയിൽ ഇന്ത്യൻ താരം CK വിനീതും പങ്കുചേർന്നു. ആകാശ് തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗ്രാമങ്ങളോ നഗരങ്ങളോ എന്നുകൂടാതെ പലയിടങ്ങളിലും ലോകകപ്പിൻ്റെ ആവേശം വാനോളം ഉയരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് KSRTC ഡബിൾ ഡെക്കർ ബസ്സിലാണ്. SFIയുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലായി ഒരുക്കിയിരിക്കുന്നത്. കളി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വലിയ ആവേശത്തിലാണല്ലോ. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം ബ്രസീൽ ഫാൻസ് കാണുന്നത്. ഈ വർഷത്തെ വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ബ്രസീൽ തന്നെ നേടുന്നതാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയാണല്ലോ. 39 വയസ്സായെങ്കിലും മെസ്സിന്റെ പോരാട്ട വീഴത്തിൽ ഒട്ടും ചോർച്ച വന്നിട്ടില്ല. നമുക്കറിയാം ഒരു ടീമിനെ മധ്യനിരയിൽ നിന്ന് നയിക്കണമെങ്കിൽ അതും ചെയ്യും, ഗോൾ അടിക്കണേ അതും ചെയ്യും. റൊണാൾഡോ ഫാൻസിന് എന്താ പറയാനുള്ള വെച്ചാല് പോർച്ചുഗൽ എന്നൊരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തിയ ക്രിസ്ത്യാനോ എന്ന രാജകുമാരൻ ഇക്കൊല്ലത്തെ വേൾഡ് കപ്പ് കൊണ്ടുപോകുന്നതാണ് പറയാനുള്ളത്. ഞാൻ വിചാരിക്കുന്നത് സ്പെയിൻ ഉണ്ടാവാം, പോർച്ചുഗൽ ഉണ്ടാവാം, ഹോളണ്ട് ഉണ്ടാവാം. ഇവരൊക്കെ നല്ലോണം നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതട്ടെ ആദ്യം തൊട്ട് ഒരു ബ്രസീൽ ഫാനാണ്, കട്ട ഫാനാണ്. അപ്പോൾ ഇത്തവണ ബ്രസീൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ? ജയിക്കുമെന്നല്ല, ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ചായിട്ട് നമ്മുടെ ടീം ഫോം ഔട്ടാണ്. പക്ഷേ ആഞ്ചലോട്ടി വന്നതിന് ശേഷം അതിനുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ വേൾഡ് കപ്പിലും കാണും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജയിച്ചാൽ സന്തോഷം. ആരാധകരുടെ റൊണാൾഡോ ആരാധകർക്കും ഇത്തവണ ഒരു കപ്പ് നേടണം, എന്നിട്ട് റൊണാൾഡോ വിരമിക്കും എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണുള്ളത്. എൻ്റെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെയും ആഗ്രഹം അതായിരുന്നു. അതായത് മെസ്സി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതേപോലെ ഇപ്പോഴും റൊണാൾഡോ അർഹിക്കുന്നുണ്ട്. അവർ നല്ലോണം കളിച്ച് ജയിക്കട്ടെ എന്നുള്ളതാണ്. അവരുടെ ടീം നല്ലോണം അതായത് റൊണാൾഡോനനുസരിച്ചുള്ള ഒരു ടീം ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം അതിനനുസരിച്ചുള്ള ഒരു ടീമുണ്ട്. സോ അവർ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം. റൊണാൾഡോ ഫാനാണോ? തീർച്ചയായും ബ്രൂണോ ഫെർണാണ്ടസും റൊണാൾഡോവും എല്ലാവരും കൂടി ചേർന്ന് ഇത്തവണ പോർച്ചുഗലിന് കപ്പെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കോഴിക്കോട് ലോകകപ്പിന്റെ ആവേശത്തിലാണ്. വരും ദിവസങ്ങളിലെ മത്സരങ്ങളുടെ വിജയവും ഈ ആരാധകർക്ക് വലിയ കരുത്താകും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്ര ജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം. ലക്ഷ്മി, നമ്മൾ നെയ്മാറിന്റെ പാട്ട് കണ്ടു, കോഴിക്കോട്ടെ ആവേശം കണ്ടു, കണ്ണൂരിലെ ആവേശം കണ്ടു. ഇനി നെയ്മാറിന്റെ പാട്ട് റിലീസ് ചെയ്ത സ്ഥിതിക്ക് അടുത്ത സൂപ്പർ താരത്തിലേക്ക് പോകണം. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു താരത്തിന് ഞാൻ പറയാം. എന്നാ പറഞ്ഞോളൂ. റോണോ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്ക് വേണ്ടിയും ഞങ്ങളൊരു പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. റൊണാൾഡോയെ നമുക്കറിയാം, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി തന്നെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ഭക്ഷണത്തിന് പോലും റോണോ ബുദ്ധിമുട്ടിയിരുന്നു. അത് അദ്ദേഹം തന്നെ പിന്നീട് പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയുള്ള റൊണാൾഡോയുടെ ആ പാട്ടിലേക്ക് പോകാം. ഞങ്ങളുടെ ഹീറോ ഗോൾവല കുലുക്കും റോണോ, സ്വപ്നങ്ങൾ ഉയർത്തി ചരിത്രമെങ്ങുതും പോർച്ചുഗലിൻ അഭിമാനം നീയല്ലോ. നമ്മളിപ്പം ഇവരുടെയൊക്കെ പാട്ട്, നെയ്മറിന്റെ റോണോയുടെ ഒക്കെ പാട്ട് കാണുന്നു, ആവേശം കാണുന്ന കൂട്ടത്തിൽ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം അല്ലേ? ഞാൻ പറയട്ടെ, നിങ്ങളാണ് സ്പോർട്സിന്റെ മുതലാളിയെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ന്യൂസ് മലയാളം സ്പോർട്സ് ചാനലിന്റെ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് നമ്മളിപ്പോൾ കണ്ട നെയ്മറിന്റെയും മെസ്സിയുടെയും റോണോയുടെയും പാട്ട് മാത്രമല്ല കേട്ടോ, എല്ലാ കായിക വിശേഷങ്ങളും കാണാം. ദേ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ തെളിയുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പ്രേക്ഷകർ ഫോളോ ചെയ്ത് ഒപ്പം ചേരണം. ഈ ലോകകപ്പ് കാലത്ത് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടും. തീർച്ചയായും ലോകകപ്പ് കാലത്ത് ഒരുപാട് വിശേഷങ്ങൾ, ഇത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത് അൺലിമിറ്റഡ് വിശേഷങ്ങളാണ്. തീർച്ചയായും പ്രത്യേകിച്ച് രാത്രിയിലാണ് ഈ മത്സരങ്ങൾ എന്നുള്ളത് കൊണ്ട് ആ മത്സരം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ, എങ്ങനെയൊക്കെ ആയിരുന്നു ആ മത്സരങ്ങൾ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. തീർച്ചയായും നമുക്ക് മറ്റു റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കാം. നമുക്ക് ഫുട്ബോൾ ലോകകപ്പ് അത്
വലിയ പ്രതീക്ഷയാണ്. ഇതിഹാസ താരം IM വിജയനും ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂസ് മലയാളത്തിനോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. ലെവിൻ കെ വിജയനൊപ്പം ചേർന്ന ആ വാക്കുകളിൽ. ലോകകപ്പാണ്, എങ്ങും ഫുട്ബോൾ ആവേശമാണ്. മലയാളികൾക്ക് വേൾഡ് കപ്പ് എന്നാൽ ആർക്കും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട, ആ കളി പറയാനും കളിയാവേശം പങ്കിടാനും ഒക്കെ IM വിജയൻ ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം ഇല്ലാതെ ഒരു വേൾഡ് കപ്പ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുകയാണ്. വലിയ ആവേശത്തിലാണ് എങ്ങും. വിജയേട്ടനും വലിയ ആവേശം തന്നെയായിരിക്കും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വലിയൊരു ആവശ്യത്തിലാണ്. കാരണം അമേരിക്കയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അത് കാണാൻ പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ 7ാമത്തെ വേൾഡ് കപ്പാണ് കാണാൻ പോണത്. ചേട്ടനെ സംബന്ധിച്ചിട്ട് ഒരു കടുത്ത അർജന്റീന ആരാധകനാണ്. പക്ഷേ ഈ തവണത്തെ വേൾഡ് കപ്പിൽ ആര് വിജയിക്കുന്നതാണ് ഒന്ന് പറയാൻ കഴിയും? ഞാൻ അർജന്റീന ആരാധകനാണ്. പക്ഷേ ഈ കൊല്ലം മെസ്സിക്ക് ഓൾറെഡി കപ്പ് കിട്ടി. ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാവശ്യം പോർച്ചുഗലിന് കപ്പ് കിട്ടാൻ ക്രിസ്ത്യാനിക്ക്. ഫുട്ബോൾ വിദഗ്ധരും ആരാധകരും ഒക്കെ ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും അവർ കൽപ്പിക്കുന്നതുമായിട്ടുള്ളത് സ്പെയിനിന്റെ വീണ്ടും ഒരു ലോകകപ്പ് വിജയമാണ്. പക്ഷേ സ്പെയിൻ നല്ല ടീമാണ്. പക്ഷേ അതിലും ഭയങ്കര കളി എന്ന് പറഞ്ഞൊരു ഫൈനൽ കളി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൊറോക്കയും ബ്രസീലിന്റെ കളിയാണ്. ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഫുട്ബോൾ ലോകകപ്പിലെ ഒരു നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയാൻ പറ്റില്ല. അത് ഫൈനല് നമ്മളൊക്കെ മുൻമുന്നേമ നിർത്തിയിട്ടുള്ളതാണ്. അതൊരിക്കലും ഒരു ലോകത്തുള്ള ഒരു ആൾക്കാർ ഫുട്ബോൾ പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഫൈനലാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ ഒരുപിടി താരങ്ങൾ, മെസ്സി അടക്കം റൊണാൾഡോ അടക്കം ഒട്ടേറെ താരങ്ങൾ വേൾഡ് കപ്പ് അവരുടെ കളി ജീവിതം അവസാനിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇല്ല, ഭയങ്കര വിഷമമുള്ള കാര്യം. ഇങ്ങനത്തെ ലെജൻസൊക്കെ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള. പക്ഷേ ഇപ്പോൾ മറഡോണ കഴിഞ്ഞ ആര് വരും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ മെസ്സി വന്നു. ഇനിയിപ്പോൾ റൊണാൾഡോയും മെസ്സി നെയ്മറൊക്കെ കളി കഴിഞ്ഞു പോകുമ്പോൾ ഇഷ്ടംമാര് ബാക്കിൽ നിന്ന് പിള്ളേർ വരുന്നുണ്ട്. ഒരു മലയാളി ആദ്യമായി ലോകകപ്പിൽ പന്തിൽ കാൽ തൊടാൻ പോകുന്നു. തീർച്ചയായിട്ടും 2 പേരുണ്ട് അവിടെ. ഒരു കൊറിയാന്ന് പറഞ്ഞിട്ട് അവനാണ് ഈ അവരുടെ നാഷണൽ ടീമിൻ്റെ ജേഴ്സിയൊക്കെ ഡിസൈൻ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് അഭിമാനിക്കാം. കാരണം ഇന്ത്യക്ക് അഭിമാനിക്കാം. ഭയങ്കരമായിട്ടൊരു പ്രൗഡാണ്. ഏഷ്യയിലെ ഒരു പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാണ് ഈ ലോകകപ്പ് അല്ലേ? നമുക്ക് അതല്ല ചോദിക്കാൻ വന്നാൽ നമ്മളെന്ന് വേൾഡ് കപ്പ് കളിക്കാന്ന് നമുക്കൊരു 10-30 വർഷം. കാരണം ഇപ്പോൾ ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കാതെ അങ്ങനത്തെ കുറച്ച് പേര് എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടും. നമ്മൾ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് വരും. ഒരു 10-20-25 വർഷം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളും കളിക്കും. ഏതായാലും വലിയ ആവേശത്തിലാണ് മലയാളികളെ പോലെ തന്നെ IM വിജയനും അദ്ദേഹവും ലോകകപ്പ് കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. സെമി ഫൈനലും ഫൈനലും അദ്ദേഹം നേരിട്ട് കാണും. മലയാളികളുടെ ഫുട്ബോൾ ആവേശത്തിന്റെ എല്ലാ കഥകളും അദ്ദേഹം നമ്മളുമായി പങ്കിടും അമേരിക്കയിൽ നിന്ന് തന്നെ എന്ന് കരുതാം. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ. രജീഷ്, നമ്മൾ ഈ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോഴേ കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും കുറേ മുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും IM വിജയൻ ഒരു പ്രത്യേക ഒരു നമുക്ക് പെട്ടെന്നല്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുക, ഒരു താരത്തെ പിന്തുണയ്ക്കുക എന്നതൊക്കെ എല്ലാ കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IM വിജയനോട് ചോദിക്കും, അദ്ദേഹത്തിന്റെ ഒരു കാലിൽ മെസ്സിയെ പച്ചകുത്തുന്നത് പോലെ അല്ലെങ്കിൽ മറഡോണയെ പച്ചകുത്തുന്നത് പോലെ അർജന്റീനയ്ക്ക് വേണ്ടി വെക്കുമ്പോൾ മറ്റൊരു കാലിൽ അദ്ദേഹം ബ്രസീലിന് കൊടുക്കാൻ അദ്ദേഹത്തിന് മടിയില്ല. അദ്ദേഹത്തിന് അത് പറയാം. പക്ഷേ അദ്ദേഹം എല്ലാ കാലത്തും അർജന്റീന ആരാധകൻ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. മെസ്സി കഴിഞ്ഞ തവണ നേടി, ഇനി റൊണാൾഡോ നേടട്ടെ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അർജന്റീനൻ ആരാധകനായതുകൊണ്ടും പിന്നെ തൊട്ടടുത്ത രജീഷ് സുരേന്ദ്രൻ സമ്മതിക്കില്ലെങ്കിലും ഇയാളൊരു ഭീകര അർജന്റീനൻ ആരാധകനും മെസ്സി ആരാധകനും. സമ്മതിക്കുന്നതിന് മറ്റു ബുദ്ധിമുട്ടല്ല, നമ്മൾ സ്പോർട്സ് ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ലൈനാണ്. പക്ഷേ എങ്കിലും ഞാൻ പോകുന്നത് റോണോയുടെയും നെയ്മറിന്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ കണ്ട സ്ഥിതിക്ക് ലോക ജേതാവ് മെസ്സി ഇല്ലാതെ പിന്നെ എന്താ ആഘോഷം അല്ലേ? മെസ്സിയുടെ കുട്ടിക്കാലവും ബാഴ്സ ജീവിതവും വളർച്ച മുരടിക്കുന്ന രോഗത്തിന്റെ പ്രതിസന്ധിയൊക്കെ മറികടന്നതും ആരാധകർക്ക് എന്നും വലിയ അത്ഭുതമാണ്. മെസ്സിക്ക് വേണ്ടി നമ്മുടെ ടീം ഗ്രാഫിക്സ് ഒരുക്കിയ പാട്ടിലേക്ക്. Argentina tan നെഞ്ചു തുടിപ്പായി ചരിത്രം അവനെ മിശിഹ എന്ന് വിളിച്ചു. മെസ്സി മെസ്സി മെസ്സി
ലക്ഷ്മി, എന്തായാലും നമ്മൾ ഇപ്പോൾ മെസ്സിയുടെ ഈ ആവേശം കണ്ടതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ ഒരു ഓർമ്മയിൽ ഈ സമീപകാലത്തൊന്നും അർജന്റീന ആരാധകർ ഇത്രയും റിലാക്സ്ഡ് ആയി ലോകകപ്പ് കാണുന്ന മറ്റൊരു ലോകകപ്പ് ഉണ്ടായിരിക്കും. കാരണം അത്രമാത്രം അത് നമുക്ക് വ്യക്തിപരമായി അറിയാം. അത് അത്തരം ആളുകളെ നേരിട്ട് കണ്ടറിയാം, സ്വന്തം അനുഭവം അറിയാം. അത് വളരെ രസകരമാണ് ആ വരവ് എന്ന് പറയുന്നത്. കാരണം അത്രയും കാലത്തിനിടയിൽ ഒരുപാട് ഫൈനലുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കോപ്പ അമേരിക്കയിൽ ഒരുപാട് ഫൈനൽ ഉണ്ടാകുന്നു. 2014 ലോകകപ്പിൽ ഫൈനൽ മെസ്സി തന്നെ പരാജയപ്പെടുന്നു. 2006 മെസ്സിയുടെ ഒരു വരവ് തന്നെ ആ രീതിയിലാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ തുടക്കകാലത്ത് ഫുട്ബോൾ കണ്ടു തുടങ്ങുന്ന കാലത്ത് മെസ്സി ആയിരുന്നില്ല അന്ന്. എൻ്റെ വ്യക്തിപരമായ എൻ്റെ സൂപ്പർ താരം അന്ന് സിനദിൻ സിദാനായിരുന്നു. അപ്പോൾ അതിനുശേഷം സിദാൻ പോകുന്നു, പകരം മെസ്സി വരുന്നു. അതിനുശേഷം സിദാൻ ഫ്രാൻസ് ആണെങ്കിൽ കൂടി. അല്ല, ഈ രജേഷ് രവീന്ദ്രനൊക്കെ ഇപ്പം ഈ ഫുട്ബോളിലേക്ക് ഇത്രയും കടുത്ത ആരാധനയൊക്കെ തുടങ്ങിയത് ഈ മെസ്സിനെ മുന്നിൽ കണ്ട് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അന്ന് അർജന്റീന മറഡോണ ലോകകപ്പ് നേടിയതാണ് ഒരുപക്ഷെ മലയാളികളെ ഇത്രമാത്രം ആവേശപ്പെടുത്തുന്നത്. ആ കാലത്ത് TV വരുന്നു, അവർ TV-യിൽ കണ്ട ആദ്യത്തെ ലോകകപ്പ് എന്ന അർത്ഥത്തിലാണ് ഈ വലിയ അർജന്റീന ആരാധകർ ഉണ്ടാകുന്നത്. ആ ഒരു കാലം അതിനുശേഷം വരുന്നതൊക്കെ ആ രീതിയിൽ വലിയ അർജന്റീന കൂട്ടത്തിലാണ് വന്നുപെട്ടത്. അന്ന് അങ്ങനെയാണ് ആരാധന വന്നത്. പക്ഷേ എൻ്റെ അന്നത്തെ സൂപ്പർ താരം ഫ്രാൻസിൻ്റെ സിനദിൻ സിദാനായിരുന്നു. പക്ഷേ സിദാൻ 2016 പോകുന്നു, പകരം 2006 മെസ്സിയുടെ ആദ്യത്തെ ലോകകപ്പ് വരുന്നു. അങ്ങനെയാണ് പിന്നെ മെസ്സിയെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ആ കാലം വളരെ ഒരുപക്ഷെ അർജന്റീന ആരാധകരുടെ ആ കണ്ണീരിൻ്റെ ഒരു കാലമുണ്ട്. അത് തുടർച്ചയായി ഫൈനലുകളിൽ പരാജയപ്പെടുന്നത്, പ്രത്യേകിച്ച് മെസ്സി ഏറ്റവും മികച്ച താരമാണെന്ന് പറയുമ്പോൾ പോലും അവിടെ റൊണാൾഡോയും മെസ്സിയും തമ്മിൽ ആ പോരാട്ടം നടക്കുന്നത് എപ്പോഴും ഈ അന്താരാഷ്ട്ര കിരീടം എന്നൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ കിരീടവും നേടി. ഇനി നേടാനൊന്നും ലോകകപ്പ് കണ്ട് തഴക്കവും പഴക്കമുള്ള നല്ല പ്രായമുള്ള മനുഷ്യൻ രജേഷ് രവീന്ദ്ര. അപ്പൊ പിന്നെ അനുഭവങ്ങളും ഓർമ്മയിൽ നടക്കുന്നതൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ എനിവേസ് രജേഷ് രവീന്ദ്ര, നമ്മുടെ ടീം ഗ്രാഫിക്സ് ചെയ്ത 3 പാട്ടുകളും ഗംഭീര പാട്ടുകളാണ്. അത് സോഷ്യൽ മീഡിയയിൽ അത് തുടർന്നും ഉണ്ടാകും. ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ പ്രജീഷയുടെയും ടീമിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ദാസപ്പനൊക്കെ ഇവിടെ ടഫ് സ്റ്റെപ്പൊക്കെ ഇടുമായിരുന്നു ബാക്കിൽ. അത് കാണിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് വീണ്ടും പ്രേക്ഷകരെ കാണിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു വിശേഷത്തിലേക്ക് പോയാലോ? കുട്ടികളുടെ ആവേശത്തിലേക്ക് തന്നെ പോകാം. സ്കൂളിൽ യൂണിഫോം നിർബന്ധമാണ്. പക്ഷേ ലോകകപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് യൂണിഫോം എന്നതാണ് ചോദ്യം. കൊച്ചി കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ലോകകപ്പ് ആവേശം കാണാം. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫുട്ബോൾ വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ ഒരു ആഘോഷം ലോകത്താകമാനം തുടങ്ങിക്കഴിഞ്ഞു. എറണാകുളവും ഒട്ടും പുറകിലല്ല. കലൂരെ ഗ്രീറ്റ്സ് സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിദ്യാർത്ഥികളൊക്കെ വലിയ ആഘോഷത്തിലാണ്. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി എല്ലാം ധരിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഇഷ്ടതാരങ്ങൾക്ക് വേണ്ടി കളത്തിലിറക്കിയിരിക്കുന്നു. മക്കളെ എങ്ങനെയുണ്ടാ? അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ട സൂപ്പറാണ്. ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? എങ്ങനെയുണ്ടാ മോനെ? അർജന്റീന പൊളിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ച് ഇപ്രാവശ്യം അടിയും. മെസ്സിയുടെ ഹാട്രിക് കാരണം നമ്മൾ ജയിക്കും ഗോള്. വിദ്യാർത്ഥികളുടെ ഒരു ആഘോഷം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഫുട്ബോളിനെ അവർ എന്തോരം ഇഷ്ടപ്പെടുന്നു, എന്തോരം സ്നേഹിക്കുന്നു എന്ന്. ലോകത്തിന്റെ ആകമാനമുള്ള ഒരു സംഗീതം തന്നെയാണ് ഫുട്ബോൾ. അത് തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികളിൽ കാണാൻ കഴിയുന്നത്. അവിടെ മക്കളെ ഏതാണ് ടീം? ബ്രസീലാണോ? പോർച്ചുഗൽ, അർജന്റീന തുടങ്ങിയ ടീമുകൾക്കാണ് ഇവിടെ ആരാധകരേറെ ഉള്ളത്. എന്താണ് മക്കളെ പറ? അതെ, ഒരു എംബാപ്പെ അവിടെ കറങ്ങിടപ്പുണ്ട്. ഏതാ ടീം? ഫ്രാൻസ്. എംബാപ്പെ ഇഷ്ടമാണോ? ജേഴ്സിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് കണ്ട ഇങ്ങനെ അടിപൊളിയായി വിദ്യാർത്ഥികളെല്ലാം വലിയ ആഘോഷത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച, അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. എന്താണ് മോനെ, എങ്ങനെയുണ്ട്? പോർച്ചുഗൽ ഇഷ്ടമാണോ? എങ്ങനെയുണ്ട്? ഏതാ ടീം? പോർച്ചുഗൽ. അതന്നെയാണ്. ഏതാ ടീം? മെസ്സി. അർജന്റീന. മെസ്സി. അത് തന്നെയാണ്. ഏതാ ടീം? മെസ്സി. ഏതാ ടീം? നെയ്മർ കപ്പടിക്കും. ആ ഒരു കോൺഫിഡൻസ് നോക്കണം. നെയ്മർ എന്തായാലും കപ്പടിക്കും, അല്ലെങ്കിൽ നെയ്മറിന്റെ രാജ്യം കപ്പടിക്കും എന്നുള്ള വലിയ ആഘോഷങ്ങളിലാണ്. വാങ്ങണ് ചോദിക്കട്ടെ, ഏതാ ടീം? റൊണാൾഡോ. പോർച്ചുഗൽ. ഏതാ? റൊണാൾഡോ ഇത്തവണ എല്ലാ കപ്പും കൊണ്ടുപോവാ. മെസ്സി. റൊണാൾഡോ. അത് തന്നെയാണ്. വലിയ ആഘോഷത്തിലാണ് വിദ്യാർത്ഥികളെല്ലാവരും. ഈ കാണുന്ന പോലെ തന്നെ ഓരോരുത്തരും ഓരോ ടീമിന്റെയൊക്കെ ജേഴ്സിയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് റൊണാൾഡോ കൊണ്ടുപോകും കപ്പ്, അല്ലെങ്കിൽ മെസ്സി കൊണ്ടുപോകും. അങ്ങനെ എടാ മക്കളെ വാടാ, ആര് കൊണ്ടുപോകണം കപ്പ്? അർജന്റീന.
പോർച്ചുഗൽ തന്നെ കപ്പ് കൊണ്ടുപോകും എന്നുള്ള ഒരു ഉറപ്പാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇനി ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. എങ്ങനെയുണ്ട് ആഘോഷങ്ങൾ? അങ്ങനെ ഇവിടെ നമ്മൾ തുടങ്ങി. മോസ്റ്റ് സെലിബ്രേറ്റഡ് ഈവന്റ് ആണല്ലോ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ മാക്സിമം ഫുട്ബോൾ ഫാൻസ് ആണ്. അപ്പോൾ ഫിഫ വേൾഡ് കപ്പിന്റെ ഫുൾ എന്തൂസിയാസം സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണ്. നാളെ മുതൽ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും ഫുട്ബോൾ ആരാധകരാണ്. അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാ വേൾഡ് കപ്പിന്റെ ഒരു മാതൃകയൊക്കെ തയ്യാറാക്കി മെസ്സിയുടെയും നെയ്മറിന്റെയും റൊണാൾഡോയുടെയും എല്ലാം ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവരവരുടെ ടീമുകൾ കപ്പടിക്കുമെന്ന ഒരു പ്രതീക്ഷ പല വിദ്യാർത്ഥികൾക്കുമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമാണ്. ആ ആഘോഷം അവർ നന്നായിട്ട് തന്നെ കൊണ്ടാടുന്നുണ്ട്. അത് തന്നെ റൊണാൾഡോയ്ക്കൊക്കെയാണ് ആരാധകർ കൂടുതൽ. ഏതായാലും ആ ആരാധകരുടെ ഒരു ആവേശം ഇവിടെ നന്നായി കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ വേൾഡ് കപ്പും വലിയ വേൾഡ് കപ്പും എല്ലാം തയ്യാറാക്കിയ വിദ്യാർത്ഥികളെല്ലാം ശക്തമായിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ശരി, രജേഷ് രവീന്ദ്ര, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആ ഡഫ് കണ്ടപ്പോൾ രണ്ട് സന്തോഷം തോന്നുന്നു. ഒന്ന്, ചെറിയ പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികൾ ഈ ഫുട്ബോളുമായി വലിയ ആവേശത്തോടെ വരുന്നു. പലപ്പോഴും നമ്മൾ ഇത് പെൺകുട്ടികളിലേക്ക് അത്രയും കേരളത്തിൽ എന്തായാലും ആ ഫുട്ബോളിന്റെ ആവേശം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് കാണാം അത് ഓരോ തലമുറ മാറുമ്പോഴത്തേക്കും അത് വലിയ ആവേശമാവുന്നു. മറ്റൊന്ന് ആ ടീച്ചർ പറഞ്ഞതാണ്, ഇനി ഈ കുട്ടികൾക്കൊക്കെ ഉറക്കമില്ലാത്ത അത്രയും ആവേശത്തോടെ ഒരു ടീച്ചർ പറയുന്നത് അധികം കാണാറില്ല. അപ്പം രജേഷ് നമ്മുടെ സമയം ഏറെക്കുറെ ഇവിടെ നിൽക്കാറായി. പക്ഷേ എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ ഇപ്പം ലോകകപ്പ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ ടീം ഫുൾ സെറ്റാണ്. നാളെ മുതൽ, അതല്ല എൻ്റെ ചോദ്യം, നാളെ മുതൽ നമുക്ക് ഈ സോക്കർ ഗാലയുടെ സ്പെഷ്യൽ ഷോസ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അത് മത്സരങ്ങളുടെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും അവിടുത്തെ ഇവന്റും പരിപാടിയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇത്തവണ കപ്പ് ആര് തൂക്കുമെന്ന് ഇപ്പോൾ ഒരു പ്രൊഡിക്ഷൻ തയ്യാറുണ്ടോ? പറഞ്ഞിട്ട് ഏറ്റവും മികച്ച ടീമുകളുള്ള ഒരു ലോകകപ്പാണെന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല. എല്ലാവർക്കും അത് ഓരോ ടീമിനും അതിന്റെ ആരാധകർക്ക്, ഓരോ ടീമിന്റെ ആരാധകർക്ക് അവരുടെ കാരണങ്ങളുണ്ട്. എന്തായാലും ഒരു പ്രഡിക്ഷൻ ചോദിച്ചാൽ എല്ലാവരും ശക്തരായ ടീമാണ്, അതിൽ തർക്കമൊന്നുമില്ല. അർജന്റീന ജയിക്കട്ടെ. ഇതിൽ കൂടെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല രജേഷ് രവീന്ദ്രന്റെ അടുത്തുനിന്ന്. അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ ഫുൾ സെറ്റാണ് സോക്കർ ഗാലയിൽ. ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ ഷോസ് ഉണ്ടായിരിക്കും അല്ലെ? നമ്മൾ സമയം പ്രേക്ഷകരെ അറിയിക്കാം. വൈകിട്ട് 6:45 ഒരു ഷോ, അതുപോലെ 9:45 പിന്നെ നമ്മുടെ ഹലോ മലയാളത്തിൽ ഡെഫിനറ്റ് ആയിട്ട് കാണും. തീർച്ചയായും എല്ലാ ബുള്ളറ്റിനുകളിലും ലോകകപ്പ് വിശേഷങ്ങൾ എന്നതാണ് ഞങ്ങൾ പറയുന്നത്. ആ ലോകകപ്പ് ആവേശം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട്, എല്ലാ ബുള്ളറ്റിലും ആ ആവേശം.